രാജ്യത്തെ നടുക്കിയേക്കാവുന്ന വൻ ഭീകരാക്രമണ പദ്ധതി ഡൽഹി പോലീസിന്റെ സംയോജിതമായ ഇടപെടലിലൂടെ തകർക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ നിരോധിത തീവ്രവാദ സംഘടനകളുമായും പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുമായും അടുത്ത ബന്ധമുള്ള 8 പേരടങ്ങുന്ന സംഘത്തെയാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടിയത്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ഭീകര ശൃംഖലയിലെ കണ്ണികളെ പോലീസ് വലയിലാക്കിയത്. രാജ്യ തലസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പിടിയിലായവരിൽ 6 പേരെ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നാണ് പിടികൂടിയത്. ബാക്കി 2 പേർ പശ്ചിമ ബംഗാളിൽ നിന്നാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത്. തിരുപ്പൂരിൽ നിന്ന് പിടിയിലായവർ എല്ലാവരും തന്നെ അവിടുത്തെ വിവിധ തുണിമില്ലുകളിൽ തൊഴിലാളികളായി ജോലി ചെയ്തു വരികയായിരുന്നു. സാധാരണക്കാരായ തൊഴിലാളികൾക്കിടയിൽ ഒളിച്ചു താമസിച്ച ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു ഇവരുടെ രീതിയെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. പിടികൂടിയവരിൽ ചിലർ ബംഗ്ലാദേശ് സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ താമസിക്കുന്നതിനായി ഇവർ വ്യാജ ആധാർ കാർഡുകളും മറ്റ് തിരിച്ചറിയൽ രേഖകളും നിർമ്മിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി എത്തിയവരാണ് ഇവരെന്നാണ് സൂചന. ഭീകരരിൽ നിന്ന് 8 മൊബൈൽ ഫോണുകളും 16 സിം കാർഡുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചപ്പോൾ വിദേശത്തുള്ള ചിലർ ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായി വ്യക്തമാക്കി. ISI ബന്ധമുള്ള ഹാൻഡ്ലർമാരാണ് ഇവരെ നിയന്ത്രിച്ചിരുന്നത്. രാജ്യത്തെ പ്രമുഖ ആരാധനാലയങ്ങൾ, തിരക്കേറിയ ചന്തകൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ലഷ്കർ-ഇ-തോയ്ബ ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ നിർണായക അറസ്റ്റ് നടന്നിരിക്കുന്നത്. ലഷ്കർ ഭീഷണിയെ തുടർന്ന് രാജ്യമെങ്ങും കനത്ത ജാഗ്രതയിലായിരുന്നു. ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വിവാദ പോസ്റ്ററാണ് ഈ അന്വേഷണത്തിലേക്ക് വഴി തുറന്നത്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഫ്രീ കാശ്മീർ എന്നെഴുതിയ പോസ്റ്ററുകൾ വ്യാപകമായി പതിക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഗൂഢാലോചന പരിശോധിച്ച സ്പെഷ്യൽ സെൽ ഭീകരബന്ധം മണത്തറിയുകയായിരുന്നു. പോസ്റ്റർ പതിച്ചവരെ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് പോലീസിനെ തമിഴ്നാട്ടിലേക്കും ബംഗാളിലേക്കും എത്തിച്ചത്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വിദേശത്ത് നിന്ന് വൻതോതിൽ പണം ഒഴുകുന്നുണ്ടെന്നും അതിന് ഈ സംഘം സഹായികളായി പ്രവർത്തിച്ചുവെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പിടിയിലായവർ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനും സായുധ ആക്രമണങ്ങൾ നടത്താനും പരിശീലനം ലഭിച്ചവരാണെന്ന് സംശയിക്കുന്നുണ്ട്. വിദേശത്തുള്ള തങ്ങളുടെ യജമാനന്മാരുടെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇവരെന്നും സ്ഫോടനം നടത്താനുള്ള സ്ഥലങ്ങൾ ഇവർ മുൻകൂട്ടി നിരീക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിന് പിന്നാലെ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. മെട്രോ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. പരിശോധനകൾ കർശനമാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. തിരുപ്പൂർ പോലുള്ള വ്യവസായ നഗരങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന തൊഴിലാളികളെ നിരീക്ഷിക്കാൻ തമിഴ്നാട് പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ രേഖകൾ കൃത്യമായി പരിശോധിക്കാത്തത് ഇത്തരം ഭീകരർക്ക് ഒളിത്താവളം ഒരുക്കാൻ കാരണമാകുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തി. അറസ്റ്റിലായ പ്രതികളെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. സ്ലീപ്പർ സെല്ലുകൾ വഴി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇവർ കണ്ണികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. വ്യാജരേഖകൾ ചമച്ചതുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിർത്തി വഴി ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ നൽകിയതായാണ് സൂചന. ആരാധനാലയങ്ങളിലേക്ക് എത്തുന്ന ഭക്തർക്കും സന്ദർശകർക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും കർശനമായ ദേഹപരിശോധനയ്ക്ക് ശേഷം മാത്രമേ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ തുടങ്ങിയ സ്മാരകങ്ങൾക്ക് ചുറ്റും പ്രത്യേക കാവൽ ഏർപ്പെടുത്തി. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സൈബർ സഹായത്തോടെയാണ് ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത്. എൻക്രിപ്റ്റഡ് ആപ്പുകൾ വഴിയായിരുന്നു സന്ദേശങ്ങൾ കൈമാറിയിരുന്നത്. ഇത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്.